കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ രാജീവനും അരുണൊക്കെ അവിടെ ഇങ്ങനെ ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഹേമ വരുന്നുണ്ട്. മോളെ എഴുന്നേറ്റോ എന്ന് സ്നേഹത്തോട് ചോദിച്ചപ്പോൾ ആ അമ്മയെന്ന് നിധി മറുപടി പറഞ്ഞു. അപ്പോൾ രാജീവൻ ഇടപെട്ടു. നീ പോയി മോൾക്ക് കോഫി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു ഹേമയോട്. അമ്മ ഉണ്ടാക്കിയ ആ കോഫി കിട്ടിയപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അമ്മേ, എത്ര നാളായി ഇങ്ങനത്തെ ഒരു കോഫി കുടിച്ചിട്ട് എന്ന് അവൾ ആസ്വദിച്ച് പറയാണ്. അപ്പോൾ ഹേമക്കൊരു സംശയം. അല്ല മോളെ, അവിടെ നിനക്കാരും കോഫിയൊന്നും ഉണ്ടാക്കി തരാറില്ലേ? നീ അവിടെ എന്താ കുടിക്കാറ് എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട്, അവിടെ ഞാൻ ചായ കുടിക്കാറമ്മേ. ഹേമക്ക് അത്ഭുതമായി. കാരണം നിധിക്ക് പൊതുവെ ചായ അത്ര ഇഷ്ടമൊന്നുമല്ല. അവിടെ നിനക്ക് ആരും ഉണ്ടാക്കി തരാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും അല്ലമ്മേ, സുഭാഷ് ഏട്ടനോട് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരും. പക്ഷേ ആ മനുഷ്യനുണ്ടാക്കുന്ന ചായക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചായ കുടിച്ച് ശീലിച്ചു. അപ്പോഴാണ് ട്രെയിലിരിക്കുന്ന ആ ഒരു രണ്ടാമത്തെ കപ്പ് കോഫി നിധി ശ്രദ്ധിക്കുന്നത്. ഇതാർക്കാ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അത് സാന്ദ്രയ്ക്കുള്ളതാണെന്ന് ഹേമ പറഞ്ഞു. സാന്ദ്രേച്ചി എഴുന്നേറ്റോ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി എടുത്തോളാം. ചേച്ചിക്കമ്മ വേറൊരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ നിധി ആ ഒരു കോഫിയും കൊണ്ട് ഒരൊറ്റ ഓട്ടം. നിനക്കെന്തിനാ 2 കോഫിയെന്ന് ഹേമ ചോദിച്ചപ്പോഴേക്കും നിധി വിളിച്ചു പറഞ്ഞു, അതല്ലമ്മേ, സുധീഷ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ഞാൻ അയാൾക്ക് കൊണ്ടുകൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അരുണും രാജീവും അന്തം വിട്ടുപോയി. അവർക്കാകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. ഹേമ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കണേ. ഇവൾക്കിത് എന്ത് പറ്റി? അവൻ എഴുന്നേറ്റിട്ട് പോലുമില്ല. അപ്പോഴേക്കും അവന് ബെഡ് കോഫി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണല്ലോ എന്ന് ഹേമ പിറുപിറുത്തു. രാജീവ് ആകെ ടെൻഷനിലാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അരുണും വിട്ടുകൊടുത്തില്ല. അതേ അച്ഛാ, ഇവളിത് കുറച്ച് ഓവറാവുന്നുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അവൻ കടുപ്പത്തിലങ്ങ് പറഞ്ഞു. അതേ സമയത്തിന് നിധി കോഫിയുമായിട്ട് സുധീഷിൻ്റെ മുറിയിലേക്കെത്തി. സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ സെൽഫി എടുക്കുന്ന തിരക്കിലായിരിക്കും. ആ മുറിയുടെ ആംബിയൻസൊക്കെ അവന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിധി കോഫി നീട്ടിയപ്പോൾ സുധീഷ് ചോദിച്ചു, ആഹാ, ഇതെന്താ ബെഡ് കോഫിയാണോ? അതേ എന്ന് നിധി തലയാട്ടി. സുന്ദരം. പക്ഷേ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ലല്ലോ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല, നിങ്ങളിതങ്ങ് കുടിക്കുകയെന്ന് നിധി അവനെ നിർബന്ധിച്ചു. സുധീഷിന് ഭയങ്കര സന്തോഷമായി. ഭാര്യമാരായാൽ ഇങ്ങനെ വേണം, രാവിലെ തന്നെ കെട്ടിയവന് കോഫി കൊണ്ടുകൊടുക്കണമെന്ന് അവൻ ഒരുമാതിരി സ്റ്റൈലിലങ്ങ് പറഞ്ഞു. നിധി വിട്ടുകൊടുത്തില്ല. ആഹാ, ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് വലിയ പുള്ളിയായിട്ട് നടക്കൊന്നും വേണ്ട. ഈ വീട്ടിൽ വന്നാൽ ഞാൻ ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്, അത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്ന് മറുപടി കൊടുത്തു. സുധീഷിന് മനസ്സിലായി ഇവളോട് തർക്കിക്കാൻ നിന്ന പണി കിട്ടുമെന്ന്. നിധി താഴേക്ക് വന്നപ്പോൾ ഹേമ വീണ്ടും ചോദിച്ചു, മോളെ, നീ എന്തിനാ അവന് മുറിയിൽ കൊണ്ടുപോയി കോഫി കൊടുത്തത് എന്ന്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിധി പറഞ്ഞു, അതെന്താ അമ്മയെ അങ്ങനെ ചോദിച്ചത്? അച്ഛനമ്മ രാവിലെ കോഫി കൊണ്ടു കൊടുക്കാറില്ലേ, അതുപോലെ തന്നെയല്ലേ ഇതും? രാജീവ് ഉടനെ പറഞ്ഞു, മോളെ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ വീട്ടിൽ നീ താമസിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത്രയും ചെറിയൊരു വീട്ടിൽ നീ എങ്ങനെ കഴിയുന്നു? നിധി വളരെ പക്വതയോടുകൂടെ തന്നെ മറുപടി നൽകി. അച്ഛാ, വീടിൻ്റെ വലുപ്പത്തിലല്ല കാര്യം, അവിടെ താമസിക്കുന്നവരുടെ മനസ്സിൻ്റെ വലുപ്പത്തിനാണ് കാര്യം. ഈ വീടെന്ന് പറഞ്ഞാൽ കട്ടയും സിമെൻറ്റും വെച്ച് പടുത്തുയർത്തുന്നതായിരിക്കാം, പക്ഷേ അതിനൊന്നും ജീവനില്ല. പക്ഷേ അവിടെയുള്ളവരുടെ മനസ്സൊന്നും അങ്ങനെയല്ല. എനിക്കാദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ ഞാൻ അവിടെ അഡ്ജസ്റ്റായി. ഞാൻ അവിടെ എത്രമാത്രം സന്തോഷത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കേട്ടപ്പോൾ അരുണിനും രാജീവനും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റി. സുധീഷ് ഇതേ സമയത്തിൻ്റെ മുറിയിൽ നിന്നിങ്ങനെ ആലോചിക്കാണ്, ഇവൾക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്നോ എന്ന്. എങ്കിൽ ഇതൊന്ന് പയറ്റി നോക്കാം. തന്നെ ഒതുക്കാൻ നോക്കുന്ന അളിയൻ അരുണനെയും അമ്മായിയപ്പനെയും തിരിച്ചൊരു പണി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവൻ നിധിയെ വിളിച്ചു. നിധി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഓടി. കണ്ടില്ലേ അവളുടെ ഓട്ടമെന്ന് ഹേമ അവളെ കുറ്റപ്പെടുത്തുകയാണ്. പ്രണയവിവാഹമല്ലേ, അതിൻ്റെ മാറ്റമുണ്ടാവുമെന്ന് അരുൺ പരിഹസിച്ചു പറഞ്ഞു. മുറിയിൽ ചെന്ന് നിധിയോട് സുധീഷ് പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കണമായിരുന്നു, ചൂടുവെള്ളമുണ്ടോ? ഹീറ്റർ ഉണ്ടല്ലോ എന്ന് നിധി പറയാണ്. ടവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും എടുത്തു കൊടുത്തു. സുധീഷ് കുളിക്കാൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഇവിടെ കിട്ടുന്ന പരിഗണന നിധി ഉള്ളതുകൊണ്ട് മാത്രമാണ്. കുറച്ചു കഴിഞ്ഞ് നിധി സാന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. സാന്ദ്ര ഈ സമയത്തിനെ പൊന്നുവിന് ചോറ് കൊടുക്കുമായിരുന്നു. എന്തു പറ്റി നിധി, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നല്ലോ എന്ന് സാന്ദ്ര ചോദിച്ചു. ഇവിടെ ഭയങ്കര ബോറടിക്കുന്നു സാന്ദ്രേച്ചി. അവിടെയാണെങ്കിൽ നികേഷ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, ഓരോ തമാശയും പറഞ്ഞ് ചിരിപ്പിക്കും. ഇവിടെ ഭയങ്കര ഒറ്റപ്പെടൽ പോലെയെന്ന് നിധി പറയും. 3-4 മാസം കൊണ്ട് നീ അവിടുത്തെ ആളായി മാറിയല്ലേ എന്ന് സാന്ദ്ര ചോദിച്ചപ്പോൾ അവിടെ വേറൊരു വൈബാണ് ചേച്ചി, എനിക്കിവിടെ തീരെ സുഖം തോന്നുന്നില്ല എന്ന് നിധി തുറന്നു പറഞ്ഞു. ഒടുവിൽ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ക്ഷേത്രത്തിൽ പോവാൻ തീരുമാനിച്ചു. സാന്ദ്ര പറയുന്നുണ്ട്, നമുക്ക് പുറത്തു പോവാം. പക്ഷേ നിധിക്ക് ക്ഷേത്രത്തിൽ പോവാനാണ് ഇഷ്ടം. പൊന്നുവിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് പോവാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു വശത്ത് സുഭാഷ് ആണെങ്കിൽ സൈറ്റിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുഹൃത്തായ ബായി നാട്ടിൽ നിന്നും വരുന്നത്. അവൻ സുഭാഷിനെ കുറിച്ച് മിഠായികളൊക്കെ കൊണ്ടുവന്നു കൊടുത്തു. കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത്യാവശ്യം മലയാളമൊക്കെ അവന് നന്നായിട്ടറിയാം. സുഭാഷെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് പെങ്ങളെ വിളിച്ചു.
അവളെ കണ്ടപ്പോൾ സുഭാഷ് ഒരു നിമിഷം അങ്ങ് നോക്കി നിന്നുപോയി. നല്ല സുന്ദരി, ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞതാണെങ്കിലും ഇവിടെ ഏതെങ്കിലും ജോലി നോക്കാമെന്നൊക്കെ ബായി പറഞ്ഞു. സുഭാഷ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് ഹിന്ദിയെ അറിയുള്ളൂ. ബായി അതിങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുത്തു. അവൾ തിരിച്ചു പോകുമ്പോൾ സുഭാഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ സുഭാഷിന് തോന്നി. ഇതേ സമയത്തന്നെ കമ്പനിയിലിരുന്നു കൊണ്ട് തന്നെ രാജീവും അരുണും ഇങ്ങനെ കണക്ക് നോക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവർ രണ്ടുപേരെയും കണ്ടതോടുകൂടി തന്നെ സുധീഷ് ഒന്ന് പരിങ്ങി. ഷോ, ഈ പെറ്റകൾ രണ്ടും ഇവിടെ ഉണ്ടല്ലോ, നിധി എവിടെ പോയി എന്ന് അവനിങ്ങനെ ആകുലതപ്പെട്ടു. അപ്പോഴാണ് നിധിയുടെ മെസ്സേജ് വരുന്നത്. അവൾ സാന്ദ്രയുടെ കൂടെ ക്ഷേത്രത്തിൽ പോയി എന്ന്. സുധീഷ് ആകെ വെട്ടിലായി. പെട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ വേഗം തന്നെ മുറിയിലേക്ക് വലിഞ്ഞു. ഹേമ പൊന്നുവിനെ സ്കൂളിലേക്ക് വിടാൻ ഇറങ്ങിയപ്പോൾ രാജീവ് ഡ്രൈവറെ വിളിക്കാൻ പറഞ്ഞു. ഡ്രൈവർ കണക്ക് ബുക്ക് എടുക്കാൻ പോയതാണെന്ന് അരുൺ പറഞ്ഞപ്പോൾ രാജീവ് അങ്ങ് ദേഷ്യപ്പെട്ടു. നിധിയും സാന്ദ്രയും എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ നടന്ന് ക്ഷേത്രത്തിൽ പോയി എന്നറിഞ്ഞു. ഷോ, അവൾ അവിടെ ചെന്നിട്ട് ഓരോ ചീത്തശീലങ്ങളൊക്കെ പഠിച്ചു എന്ന് രാജീവൻ പറഞ്ഞു. രാജീവൻ കടുപ്പത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇത്തവണ ഞാൻ അവളെ വിടില്ല, ഈ വീട്ടിൽ തന്നെ നിർത്തും. പക്ഷേ ഹേമക്കത് വിശ്വാസമില്ല. അവളുടെ പോക്ക് കണ്ടിട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അവൾ എപ്പോഴും ആ സുധീഷിന്റെ പുറകെ തന്നെയാണല്ലോ എന്ന് അവൾ പരിഭവിച്ചു. അങ്ങനെ നിധിയെ ഈ വീട്ടിൽ തന്നെ തളച്ചിടാൻ വേണ്ടിയിട്ട് രാജീവനും അരുണും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. സുധീഷ് തൻ്റെ മുറിക്കുള്ളിലിരുന്ന് മറ്റൊരു കണക്കൂട്ടിലായിരുന്നു. ഇവരെന്നെ ഇവിടെ നിന്നും ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിധിയെ കൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുമെന്ന് അവൻ സ്വയം പറഞ്ഞു. അപ്പുറത്ത് പണി സൈറ്റിൽ സുഭാഷിൻ്റെ മനസ്സ് ആകെപ്പാടെ ഒരു പുകച്ചിലായിരുന്നു. ബായുടെ പെങ്ങളായ ആ ഒരു പെൺകുട്ടി, അവളുടെ പേര് മീര എന്നാണ്. പിന്നീട് ആ ഒരു കാര്യം സുഭാഷ് അറിഞ്ഞു. അവളുടെ ആ ഒരു നോട്ടം സുഭാഷിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു തറച്ചു പോയിട്ടുണ്ട്. നിധി ഇല്ലാത്ത ആ ഒരു വീട്ടിലേക്ക് ഇനി ഒരാൾ കൂടി വേണോ എന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ അറിയാതെങ്ങ് വന്നുപോയി. അല്ല സുഭാഷ് ഏട്ടാ, മീരയ്ക്ക് നല്ലൊരു ബ്യൂട്ടി പാർലർ ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ബായി ചോദിച്ചപ്പോൾ സുഭാഷ് ഒന്ന് പതറി. നോക്കാമെടാ, നിധി ഉണ്ടെങ്കിൽ അവൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതാണ്, സുഭാഷ് പറഞ്ഞു നിർത്തി. പക്ഷേ മീരയുടെ കണ്ണുകൾ സുഭാഷിനെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ ഒരു തരം ആഴമുണ്ടായിരുന്നു, സുഭാഷിനെ പോലും ഭയപ്പെടുത്തുന്ന ഒന്ന്. ക്ഷേത്രത്തിൽ നിന്നും തൊഴുതു പുറത്തേക്ക് ഇറങ്ങിയ നിധിയുടെ മനസ്സിൽ നിറയെ സുധീഷിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. സാന്ദ്രേച്ചി, എനിക്കെന്തോ സുധീഷിനെ അവിടെ തനിച്ചാക്കി വന്നതിൽ വല്ലാത്തൊരു വിഷമം, നിധി പറഞ്ഞു. സാന്ദ്ര ഒന്ന് ചിരിച്ചു. മോളെ, നീ ശരിക്കും അവനെ സ്നേഹിച്ചു തുടങ്ങിയോ, അതോ അച്ഛനെയും അരുണിനെയും കാണിക്കാൻ അഭിനയിക്കുന്നതാണോ? നിധി കുറച്ചുനേരം ഒന്നും മിണ്ടാതെ നിന്നു. ആദ്യം ഒരു വാശിക്കായിരുന്നു ചേച്ചി, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവനൊരു പാവമാണെന്ന്. ഈ വീട്ടിലെ ആഡംബരങ്ങളെക്കാൾ എനിക്ക് സുഖം ആ ചെറിയ വീട്ടിലെ ബഹളങ്ങൾ തന്നെയാണ്. വീട്ടിൽ തിരിച്ചെത്തിയ നിധി കണ്ടത് രാജീവൻ സുധീഷിനെ ഗൗരവമായി ചോദ്യം ചെയ്യുന്നതായിരിക്കും. നോക്ക് സുധീഷ്, നിധിക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. നിന്റെ ആ ഒരു ചെറിയ വീട്ടിൽ അവൾ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത്. അത് കാണാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് നീ ഇവിടെ നിന്നും ഒറ്റയ്ക്ക് തന്നെ തിരികെ പോകുന്നതാ നല്ലത്. രാജീവിൻ്റെ വാക്കുകളിൽ അധികാരം നിറഞ്ഞു നിന്നിരുന്നു. ഇത് കേട്ടുവന്ന നിധി അച്ഛൻ്റെ മുന്നിൽ തൻ്റെ ഇടത്തോടുകൂടെ നിന്നു. അച്ഛാ, ഞാൻ പോവുകയാണെങ്കിൽ സുധീഷിൻ്റെ കൂടെ പോവുള്ളൂ. അത് കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും എൻ്റെ ഇടം അവൻ്റെ കൂടെയാണെന്ന് പറയും. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ ഹേമ രാജീവിനോട് പറഞ്ഞു, നമ്മൾ എത്ര തടഞ്ഞാലും അവൾ പോവും രാജീവേട്ടാ. പക്ഷേ ആ സുഭാഷിൻ്റെ അടുത്തേക്ക് അവൾ ഇനി വിടരുത്. അവിടെ സുഭാഷ് കല്യാണം കഴിക്കാൻ പോകുന്നത് ബായുടെ പെങ്ങളെയാണ്. ആ ബായും പെങ്ങളൊക്കെ അവരുടെ വീട്ടിലേക്ക് വരുന്നതൊന്നും അത്ര ശരിയല്ല. ഹേമയുടെ വാക്കുകൾ കേട്ട് രാജീവൻ ഒന്ന് ഞെട്ടി. സുഭാഷിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു പെൺകുട്ടി വരുന്നത് നിധി അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അടുത്ത ദിവസം തന്നെ സുഭാഷ് മീരയും കൂട്ടിക്കൊണ്ട് നേരെ ടൗണിലേക്ക് പോകുന്നത് അരുൺ കാണാനിടയായി. അവൻ വേഗം നിധിയെ വിളിച്ചു പറഞ്ഞു, മോളെ, നീ അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് സുഭാഷ് അവിടെ ഓരോന്ന് ഒപ്പിക്കുന്നുണ്ട്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടിപ്പതാ അവൻ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് കറങ്ങി ഇവിടേക്ക് നടക്കുന്നുണ്ട്. നീ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവൻ ഓരോന്നും ഒപ്പിക്കുന്നുണ്ട്. അവനൊരു പെണ്ണിനെയും കൊണ്ട് കറങ്ങുന്നതൊക്കെ ഞാൻ കണ്ടു. ഇത് കേട്ട നിധി ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. അവളുടെ ഉള്ളിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. സുധീഷിനെ നോക്കിയപ്പോൾ അവൻ നിസ്സംഗനായിരിക്കുകയാണ്. ഒരു വശത്ത് സുധീഷിൻ്റെ സ്നേഹം, മറുവശത്ത് സുഭാഷിനെ കുറിച്ചുള്ള സംശയങ്ങൾ. നിധിയുടെ ജീവിതം വീണ്ടും ഒരു ചുഴിയിലേക്ക് വീഴാൻ തുടങ്ങുകയായിരുന്നു. സുഭാഷും മീരയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്തായിരിക്കും? നിധി വീണ്ടും ആ ഒരു തറവാട്ടിലേക്ക് തിരിച്ചു പോകുമോ, അതോ രാജീവിൻ്റെ തടവറയിൽ തന്നെ കഴിയുമോ എന്നൊക്കെ വരാനിരിക്കുന്ന വമ്പൻ ട്വിസ്റ്റിലെ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.